ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതെല്ലാം മുളപ്പിച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നില്ലേ നോക്കിക്കോട്ടോ. ആദ്യം നമ്മൾ കുറച്ച് ഉലുവ ഒരു പാത്രത്തിലിടുന്നു. ദെൻ അതിൻ്റെ കൂടെ തന്നെ മുതിര ആവശ്യത്തിന്, നമ്മളുടെ ആവശ്യത്തിന് മതി. ദെൻ ഞാനിടുന്നത് നമ്മുടെ റാഗിയാണ്, റോ ആയിട്ടുള്ള റാഗി ഇട്ടു. ദെൻ കുറച്ച് ചെറുപയർ. ഇതൊന്നും നമ്മൾ കറി വെച്ചാൽ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഞാൻ കറി വെച്ചും തോരൻ വെച്ചൊന്നും കഴിക്കാറില്ല. പിന്നെ ഇത് കുറച്ച് ചുണ്ടൻ കടല, ദെൻ കുറച്ച് ഗ്രീൻ പീൻസ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒക്കെ വാർത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരു 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ. 5-6 പ്രാവശ്യം കഴുകി അതിനകത്തുള്ള പൊടിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കും. ഇതുണ്ടോ, അത്യാവശ്യം നന്നായിട്ട് ചെളിയുണ്ട്. എല്ലാത്തിനകത്തും ഏതിലെങ്കിലും ഉണ്ടാകുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ട്. അത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് നിവയ്ക്കല്ല, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കും. ഞാനിതിപ്പം രാവിലെ ഇട്ടെങ്കിൽ വൈകുന്നേരം വരെ അതിനെ സോക്ക് ചെയ്യാൻ വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ അത് കുതിർന്ന് കിട്ടുമല്ലോ. ദെൻ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് പിന്നെയും അടച്ചു വയ്ക്കും. ഓവർനൈറ്റ് അടച്ചു വയ്ക്കുമ്പോഴത്തേനും ദേ ഈ ചെറുതായിട്ട് മുളച്ച് കിട്ടും. പിന്നെ ഞാനൊന്നും കൂടെ കഴുകിയിട്ട് പിന്നെയും അതിൻ്റെ വെള്ളം വാർത്തി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് വേപ്പിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇച്ചിരി കൂടെ നീളത്തിൽ നല്ല വൃത്തിയായിട്ട് എല്ലാം തന്നെ മുളച്ച് കിട്ടും കേട്ടോ. റാഗിയൊക്കെ ചെറുതായിട്ട് മുള വന്നു തുടങ്ങും. എല്ലാം മുളച്ച് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചിട്ട് ഈ ഒരു ടെക്സ്ചറിലാക്കിയെടുക്കും. ഞാനിത് ഈ പാത്രത്തിലിടുന്നത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിപ്പോൾ ഒരു 4-5 ദോശ മതിയല്ലോ ഡെയിലി. അപ്പോൾ ഞാനൊരു 3-4-5 ദിവസത്തേനുള്ള ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും കേട്ടോ. എന്നിട്ട് നല്ല വ്യത്യാസ ദോശയുടെ പരുവത്തിൽ കരഞ്ഞു കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.